ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായുള്ള ശക്തമായ ജനവികാരമാണ് കാണാൻ കഴിയുന്നത്. അത് ഏതെങ്കിലും പ്രത്യേക പ്രദേശത്തോ ജനവിഭാഗത്തിലോ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇപ്പോൾ തിരുവനന്തപുരത്തും വയനാട്ടിലും ഇടുക്കിയിലും മലപ്പുറത്തുമെല്ലാം ഒരേപോലെ ജനങ്ങൾ LDFിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നതായി കാണുന്നത്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പറയുന്നത് കേൾക്കാനും LDF സ്ഥാനാർത്ഥികളെ അഭിവാദ്യം ചെയ്ത് പിന്തുണ അറിയിക്കാനും മറ്റെല്ലാ പരിഗണനകളും മാറ്റിവെച്ച് വലിയ തോതിൽ അണിചേരുന്ന ജനങ്ങളെയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇന്നലെയാണ് കോൺഗ്രസിൻ്റെ ഉയർന്ന നേതാവ് വയനാട്ടിൽ എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതിൻ്റെ ഭാഗമായി റോഡ് ഷോയും നടന്നു. സ്വാഭാവികമായും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അതിൻ്റെ പിന്നാലെ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം പാർട്ടി പതാക അവിടെ എവിടെയും കണ്ടില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനൊരവസ്ഥ വരുന്നത്? സ്വന്തം പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ പോലും കഴിവില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായ സംശയം എല്ലാവരിലും ഉണ്ടാകും. ഇന്നലത്തെ വാർത്തയും ദൃശ്യങ്ങളുമൊക്കെ കണ്ടപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ടൊരു സംശയമാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ്. അദ്ദേഹം ആ പാർട്ടിയുടെ ദേശീയ നേതാവുമാണ്. മുന്നണി സ്ഥാനാർത്ഥിയാണെങ്കിലും കോൺഗ്രസ്സുകാർ ധാരാളം പാർട്ടിയുടെ ദേശീയ നേതാവ് സ്ഥാനാർത്ഥിത്വം നൽകാൻ വരുമ്പോൾ അവിടെ അണിനിരക്കുകയും ചെയ്തു. ഇവർക്കെല്ലാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പതാക തൊട്ടുകൂടാത്തതായത്? ഇവിടെ ആദ്യത്തെ പരിപാടിയാണല്ലോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ആദ്യമായാണ് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹം വയനാട്ടിലെത്തുന്നത്. അപ്പോൾ സ്വന്തം പതാക പരസ്യമായി ഉയർത്തിക്കാട്ടാനുള്ള ആർജവം ഇല്ലാതായത് എന്തുകൊണ്ടാണ്? ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്ത കാര്യമുണ്ട്. അവർ പറഞ്ഞത് കഴിഞ്ഞ തവണ വിവാദമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ലീഗിൻ്റെ പതാകയും കോൺഗ്രസിൻ്റെ പതാകയും ഒഴിവാക്കി പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പങ്കെടുത്തത്. ഇത് ഒരുതരം ഭീരുത്വമല്ലേ? മുസ്ലിം ലീഗിൻ്റെ വോട്ട് വേണം, പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ലീഗ് പതാക
ലോകത്തെ കാണിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടാൻ സ്വന്തം കൊടിക്ക് പോലും അയിത്തം കൽപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് എന്തുകൊണ്ടാണ് താണുപോയത്? ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ആ കൊടിയുടെ ചരിത്രം അറിയുമോ എന്ന് ഒരു സംശയം സ്വാഭാവികമായിട്ട് വരും. ഇതെല്ലാം കാണുമ്പോൾ ചിലർ അറിയുന്ന ആളുകളുണ്ട്, അവർ സൗകര്യപൂർവ്വം ആ ചരിത്രം വിസ്മരിക്കുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തോടൊപ്പം ആ പതാക ഉയർത്തിപ്പിടിക്കാനായി ജീവത്യാഗം ചെയ്ത ധീര ദേശാഭിമാനികളെ കൂടി മറന്നിരിക്കുന്നു. 1921 ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന സ്വാതന്ത്ര്യസമരത്തിൻ്റെ ആശയങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പതാക എന്നത് മഹാത്മാഗാന്ധിയുടെ ആശയമായിരുന്നു. സ്വരാജ് ഫ്ലാഗ് എന്ന് പേരിട്ട ആ ത്രിവർണ്ണ പതാക ജാതി മത പ്രാദേശിക ഭേദമന്യേ എല്ലാ ഇന്ത്യക്കാരെയും ഒരുപോലെ പ്രതിനിധീകരിക്കുന്നുവെന്ന സങ്കല്പമായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വച്ചത്. ആ പതാകയുടെ അടിസ്ഥാന സത്ത ഉൾക്കൊണ്ടാണ് ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ പതാകയ്ക്കും രൂപം നൽകിയത് എന്നതും ഓർക്കണം. ഈ പതാക ഉയർത്തിപ്പിടിക്കാൻ സ്വാതന്ത്ര്യസമരകാലത്ത് നമ്മുടെ രാജ്യത്ത് എത്ര കോൺഗ്രസ്സുകാർ ബ്രിട്ടീഷ് പോലീസിൻ്റെ മൃഗീയ മർദ്ദനം വാങ്ങിയിട്ടുണ്ട്, എത്ര ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ പ്രവർത്തകർ കൊടിയ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്. ഈ ചരിത്രം കോൺഗ്രസ്സുകാർക്കറിയില്ലേ? യൂണിയൻ ജാക്ക് വലിച്ചു താഴ്ത്തി ത്രിവർണ്ണ പതാക ഹോഷിയാപൂർ കോടതിയിൽ ഉയർത്തിക്കെട്ടിയപ്പോഴാണ് ഹർകിഷൻ സിംഗ് സുർജിത്തിനെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പുകുറക്കൽ സമരത്തിൽ പങ്കെടുത്ത സഖാവ് കൃഷ്ണപ്പിള്ളിയോട് ഈ പതാക, ത്രിവർണ്ണ പതാക താഴെ വെക്കാൻ പോലീസ് പറഞ്ഞു. തലങ്ങും വിലങ്ങും തല്ലിയിട്ടും ആ പതാക നെഞ്ചോട് ചേർത്ത് പതാക കൈവിടാൻ ആ ധീരദേശാഭിമാനി സഖാവ് കൃഷ്ണപിള്ള തയ്യാറായില്ല. അങ്ങനെ ജ്വലിക്കുന്ന ഇന്നലെകളുള്ള പതാക പിന്നീട് കോൺഗ്രസ് സ്വന്തം കൊടിയാക്കി. എങ്കിലും അതിൻ്റെ ചരിത്രത്തെ നിഷേധിക്കാനാവില്ല. ആ ചരിത്രമാണ് നിർണായക തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസ് BJPയെ ഭയന്ന് ഒളിപ്പിച്ചു വെക്കുന്നത്. സ്വന്തം പതാക ഉയർത്താതെ വർഗീയവാദികളെ ഭയന്ന് പിന്മാറും വിധം കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നുവെന്നാണ് ഇവിടെ കാണേണ്ടത്. ത്രിവർണ്ണ പതാക കോൺഗ്രസ് ഉപേക്ഷിക്കണം എന്നത് സംഘപരിവാർ ഉയർത്തിയ ആവശ്യമാണ്. അതിന് വഴങ്ങുകയാണോ പുതിയ കോൺഗ്രസ്? കേവലം ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായി ചുരുക്കി കാണാനാവുന്ന അനുഭവമല്ല ഇത്. സ്വന്തം പതാക വേണോ വേണ്ടിയോ എന്നൊക്കെ കോൺഗ്രസിനും ലീഗിനും തീരുമാനിക്കാം. സ്വന്തം അസ്തിത്വം പണയം വെച്ചാണ് ഇക്കൂട്ടർ നിൽക്കുന്നത് എന്ന്
തിരിച്ചറിയാനും പ്രതികരിക്കാനുമുള്ള വിവേകം ജനങ്ങൾക്കുണ്ട്.